യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 9-ാം ആഴ്ച ചൊവ്വാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനഭാഗം വായിക്കുമ്പോൾ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന ചിന്തയാണ്. ഇവിടെ യേശുവിനെ വാക്കിൽ കൊടുക്കുവാനായിട്ട് ഫരിസേയരും ഹെറോദ്യരും അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ചോദിക്കുവാനുള്ള കാരണം നമുക്ക് വ്യക്തമാകുന്നത് ആ ഒരു കാലഘട്ടത്തെ സംഭവങ്ങൾ ഓർക്കുമ്പോഴാണ്. ആ ഒരു കാലത്ത് പാലസ്തീനായിൽ പരസ്പരം ശത്രുതയോടെ നിലനിന്നിരുന്ന രണ്ട് കക്ഷികളായിരുന്നു ഫരിസേയരും ഹെറോദ്യരും. തങ്ങളുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ അവർ വിഭിന്നത പുലർത്തിയിരുന്നെങ്കിലും യേശുവിനോടുള്ള ശത്രുതയിൽ അവർ ഒന്നിച്ചിരുന്നു. ഫരിസേയർ റോമൻ ഭരണത്തെയും പാലസ്തീനായിലെ റോമൻ അധിനിവേശത്തെയും എതിർത്തപ്പോൾ ഹെറോദേസ് രാജപരമ്പരയിലൂടെ ഇസ്രായേലിൻ്റെ മേലുള്ള റോമൻ ഭരണത്തോട് അനുഭാവപൂർണമായി സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. യേശു നികുതി പിരിവിനെ അംഗീകരിച്ചാൽ റോമൻ ഭരണത്തെ എതിർക്കുന്ന യഹൂദരുടെ ഇടയിൽ അവിടുത്തെ സ്വീകാര്യത നഷ്ടമാകും. അതിനെ എതിർത്താലോ ഭരണവിരുദ്ധ വികാരം ഇളക്കിവിട്ടതിൻ്റെ പേരിൽ റോമൻ ഗവർണറുടെ മുമ്പിൽ അവിടത്തെ മേൽ കുറ്റാരോപിക്കപ്പെടും. ഈ ഒരു ചിന്തയോടുകൂടിയാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ മറുപടി, ഒരു ധനാറ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. ആ ധനാറയിൽ ആരുടെ ചിത്രമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? അതിനെ തുടർന്ന് യേശു പറയുന്നു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിന്. പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്. ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിന്. എൻ്റെ രൂപം, ഞാനായിരിക്കുന്ന ഈ മുഖവും ഈ ശരീരവും എല്ലാം ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിന് ഉള്ളതാണ് എന്ന് യേശു നമ്മളോട് വ്യക്തമാക്കി പറയുന്നുണ്ട്. അതിനെ തുടർന്ന് തന്നെ വീണ്ടും യേശുക്രിസ്തു ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മർക്കോസ് സുവിശേഷകൻ വ്യക്തമാക്കുന്നത്, സീസറിനെ ദൈവമായി കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തു വ്യക്തമാക്കുന്നത് സീസറും ദൈവവും രണ്ടാണ് എന്ന വ്യക്തത കൊണ്ടുവരുവാൻ കൂടെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു ചിന്ത നമ്മളിലേക്ക് വരേണ്ടത്, എൻ്റെ സാദൃശ്യം, അതായത് ഞാൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ആയതുകൊണ്ട് ഞാൻ ദൈവത്തിനുള്ളതാണ്. എൻ്റെ പ്രവൃത്തികൾ മുഴുവനും ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കേണ്ടതാണ് എന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിരുന്നു. കാരണം ഞാൻ ദൈവത്തിലേക്ക് എത്തിപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ദൈവത്തിന് നൽകേണ്ട എൻ്റെ ശരീരമാണ്. ആയതുകൊണ്ട് തന്നെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും നന്മകളൊക്കെ ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.